നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ബിജിമോൾ. ഞാൻ കാര്യവട്ടം ക്യാമ്പസിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വൈദ്യുതിയുടെ പ്രാധാന്യം. ഞാൻ അധികം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ ഹാളിൽ തന്നെ ഒരുപാട് ബൾബുകളുണ്ട്, നമ്മുടെ ക്യാമറ ഉണ്ട്, അതുപോലെ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ, ഇതെല്ലാം നമ്മൾ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? വൈദ്യുതി ആവശ്യമാണ്. അപ്പോൾ വൈദ്യുതിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ഏറ്റവും കൂടുതലായിട്ടും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വൈദ്യുതിയുടെ ആവശ്യം ഇപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് ഏറ്റവും അവശ്യ ഘടകം എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളാണ് അല്ലേ? അതില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വൈദ്യുതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് വൈദ്യുതി നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, വൈദ്യുതി നമുക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണെന്ന് അല്ലേ? കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വെള്ളത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാതെ. ജലത്തിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ജലത്തിന് പകരം മാലിന്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മാലിന്യങ്ങൾ അല്ലേ? മാലിന്യ കൂമ്പാരങ്ങൾ കാണും, മാലിന്യ ജലങ്ങൾ കാണും അല്ലേ? ഇവയൊക്കെ ഒത്തിരി കുമിഞ്ഞുകൂടി നമ്മുടെ അന്തരീക്ഷത്തിൽ മൊത്തം ഉണ്ട്. അപ്പോൾ ഇവയിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ വൈദ്യുതിയെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇനി നമുക്കറിയാം വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? വൈദ്യുതി ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാലിന്യങ്ങൾ അല്ലേ? മാലിന്യങ്ങൾ എവിടെ നോക്കിയാലും മാലിന്യങ്ങൾ അല്ലേ? നമ്മൾ ഏതൊരു എടുത്ത് ചെന്നാലും ആദ്യം നമ്മൾ തിരക്കുന്നത് എന്താണ്? ഒരു വാഷ്റൂമും പിന്നെ എന്താണ്? വേസ്റ്റ് ബിന്നും അല്ലേ? അപ്പോൾ ഈ വേസ്റ്റ് ബിന്നുകൾ നമുക്ക് സമുദ്ര സഹചാരി പോലെ എല്ലായിടങ്ങളിലും ഉണ്ട്. അപ്പം ഇത്തരം മാലിന്യങ്ങളെ നമ്മൾ വലിച്ചെറിയുന്നതിന് പകരം നമുക്ക് എങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതലും നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഇതും പഠിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ വ്യാവസായിക ശാലകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? മാലിന്യങ്ങൾ. ഏറ്റവും കൂടുതൽ വേസ്റ്റ് അതിപ്പം ജലം, വാട്ടർ, നമ്മുടെ ലിക്വിഡ് ഫോമിലാവാം, അല്ലെങ്കിൽ സോളിഡ് ഫോമിലാവാം. അതായത് ഖരപദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ നമുക്ക് മാലിന്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു പ്രത്യേകത, അതായത് എന്തെങ്കിലും ബൈ പ്രോഡക്ട്സുകൾ ഒന്നും ഉണ്ടാകാതെ നമുക്ക് വളരെ ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ എനർജി ഉൽപ്പാദിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെറുതെ എങ്ങനെ പറഞ്ഞാൽ പോരാ. ഏറ്റവും കൂടുതൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിന്നുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗ്ലോബൽ എക്കോണമിയിൽ അറൌണ്ട് 70% നമുക്ക് കിട്ടുന്നത് സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് എന്നാണ് അല്ലേ? നമ്മുടെ വീടിന് ചുറ്റുപാടും ഈ തുരുമ്പ് പിടിച്ച സാധനങ്ങൾ കാണാറുണ്ട് അല്ലേ? നമ്മൾ വെറുതെ വലിച്ചെറിയും. നമുക്ക് ഒരു ഉപയോഗം പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒത്തിരി തുരുമ്പ് അവസ്ഥകൾ, അതുപോലെ സ്ക്രാപ്പ് പൈഡുകൾ, ഇതൊക്കെ ഇങ്ങനെ കുമ്പാരം പോലെ കൂട്ടി നമ്മൾ വെച്ചേക്കുവാണ്. നമുക്ക് അവയെ എന്ത് ചെയ്യാൻ പറ്റും? കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റീമെൽറ്റ് ചെയ്തിട്ടോ റീകാസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. എന്നാലും ഫർദർ കുറച്ച് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്തരം സ്റ്റീൽ വേസ്റ്റുകളെ എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതിനാണ് മൈക്രോബിയൽ ഫ്യൂൽ സെൽ എന്ന് പറയുന്നത്. എന്താണ് മൈക്രോബിയൽ ഫ്യൂൽ സെല്ലുകൾ? ഈ ഫ്യൂൽ സെല്ലുകൾ എന്താണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ്, അതായത് രാസപ്രവർത്തനങ്ങൾ വഴി രാസോർജ്ജം, കെമിക്കൽ എനർജിയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി, അതായത് വൈദ്യുതിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് മൈക്രോബിയൽ ഫ്യൂൽ സെൽ, അതായത് ഒരു എക്സ്ട്രാ ആളും കൂടി കയറി വന്നു. ആരാണ്? മൈക്രോബുകൾ അല്ലേ? മൈക്രോബുകൾ എന്ന് വെച്ചാൽ നമ്മുടെ സൂക്ഷ്മജീവികൾ. അപ്പോൾ എൻ്റെ റിസർച്ചിന് ഞാൻ യൂസ് ചെയ്തത് ബാക്ടീരിയാസിനെയാണ്. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ന് പറയാൻ പാടില്ല, എങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ബാക്ടീരിയാസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ടീരിയാസിനെ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരം സ്റ്റീൽ വേസ്റ്റുകളിൽ നിന്ന് വൈദ്യുതി അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പിലോട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ ലാബിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോബിയൽ ഫ്യൂൽ സെല്ലാണിത്. സിമ്പിൾ ഒരു ഡെമോ ആണിത്. ഇതിനെ നമ്മൾ ഇതിനൊരു പേരിട്ട് വിളിക്കും, ഡബിൾ ചേമ്പേർഡ് മൈക്രോബിയൽ ഫ്യൂൽ സെൽ. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും 2 ചേമ്പേഴ്സ് അല്ലെങ്കിൽ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിന്. നമുക്കറിയാം എല്ലാ ഫ്യൂൽ സെൽസിലും ആരൊക്കെ കാണും? ഇലക്ട്രോഡുകൾ കാണും, ഇലക്ട്രോലൈറ്റുകൾ കാണും അല്ലേ? നമ്മുടെ മൈക്രോബിയൽ ഫ്യൂൽ സെൽ വരുമ്പോൾ ഒരാളും കൂടി വരും. ആരാണ്? നമ്മുടെ മൈക്രോബുകൾ, അതായത് ബാക്ടീരിയകൾ. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു MFC വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആനോഡുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇലക്ട്രോലൈറ്റുകൾ വേണമല്ലോ ഒരു ഫ്യൂൽ സെൽ റിയാക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റീൽ ഇൻഡസ്ട്രികളിൽ നിന്ന് ഒത്തിരി മലിനജലം വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്റ്റീൽ വേസ്റ്റുകൾ അല്ലെ? ഖരപദാർത്ഥങ്ങൾ അല്ലെ? ഖരം രൂപത്തിരിക്കുന്ന വേസ്റ്റുകൾ, സോളിഡ് വേസ്റ്റുകളും വരാറുണ്ട്. നമുക്ക് ഇത് രണ്ടിനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ മൈക്രോബിയൽ ഫ്യൂൽ സെൽ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റും.
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനോഡിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ മലിനജലത്തെ യൂസ് ചെയ്യാം, സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിനെ. അതേപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള ഇലക്ട്രോഡ്, അതായത് ആനോഡായിട്ട് നമുക്ക് ആരോ ഉപയോഗിക്കാൻ പറ്റും, ഈ പറയുന്ന സ്റ്റീൽ വേസ്റ്റിന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് മോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ആസച്ച് ആയിട്ട് നമുക്ക് അതേപോലെ ആനോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ നമ്മൾ കാഥോഡ് ഉണ്ട്, അതുപോലെ നമുക്കൊരു സൊല്യൂഷൻ അവിടെ ഒഴിക്കാം. നമ്മൾ പ്രധാനമായിട്ട് പൊട്ടാസ്യം ഫെറിസയനൈഡ് എന്ന് പറയുന്ന ഒരു വളരെ ചീപ്പായിട്ടുള്ളൊരു സൊല്യൂഷൻ ഒഴിക്കുന്നത്, ലോ കോസ്റ്റ് ആണ്. അതിനകത്ത് നമുക്ക് വേറൊരു സ്റ്റീൽ മെറ്റീരിയലോ കാർബണോ ആരെ വേണമെങ്കിലും നമുക്ക് കാഥോഡായിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ രണ്ട് കമ്പാർട്ട്മെന്റുകളെ തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ വെച്ചിട്ടുണ്ട്. അയാളുടെ പേരെന്ന് പറയുന്നത് നാഫിയോൺ എന്നാണ്. അയാൾക്കൊരു പ്രത്യേകതയുണ്ട്, അയാൾ ഈ ആനോഡ് കമ്പാർട്ട്മെന്റിൽ നിന്ന് H+ അയോണുകൾ, അതായത് പ്രോട്ടോണുകളെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാഥോഡിലേക്ക് കടത്തിവിടുന്നു. അതാണ് അവരുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മൈക്രോബിയൽ ഫ്യൂൽസിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് മൈക്രോബുകളാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മൈക്രോബിനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ അയണിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റണം. അതായത് അയണിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ വേണം നമുക്ക് ഉപയോഗിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഒത്തിരി റിസർച്ച് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് അസിഡിതയോബാസിലസ് ഫെറോക്സിഡൻസ്, ഭയങ്കര വലിയ പേരാണല്ലേ, സിമ്പിളായിട്ട് നമുക്ക് പറയാം എ ഫെറോക്സിഡൻസ്. അപ്പോൾ ഫെറോക്സിഡൻസ് എന്ന ബാക്ടീരിയ നമുക്ക് എവിടെ ഉപയോഗിക്കാം, ആനോഡിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ റിയാക്ഷൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാക്ടീരിയാസിനെയാണ്. ആ ബാക്ടീരിയാസ് എവിടെ ഉണ്ട്, ആനോഡിനകത്തുണ്ട്. അതായത് ആനോഡ് കമ്പാർട്ട്മെന്റിലുണ്ട് ബാക്ടീരിയ ഉണ്ട്, നമ്മുടെ ഇലക്ട്രോഡായിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ വേസ്റ്റ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മുടെ എന്തുണ്ട്, സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സിമ്പിൾ മെക്കാനിസമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ എന്താണ്, ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാനായിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ ഈസി ഹാൻഡബിൾ ആയിട്ടുള്ള, ഇത് നമ്മുടെ കാഥോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഡെമോയ്ക്ക് കൊണ്ടുവന്നതാണ്. ഇത് സിമ്പിൾ ഒരു മൈൽഡ് സ്റ്റീൽ, അതായത് വളരെ ചീപ്പായിട്ട് എളുപ്പത്തിൽ കൊറോഡ് ചെയ്യാൻ പറ്റുന്ന അയണിൻ്റെ കണ്ടന്റ് ഒത്തിരി ഉള്ളൊരു ഇലക്ട്രോഡാണിത്. ഇത് നമുക്ക് യൂസ് ചെയ്യാം സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റിന് പകരം. നമുക്ക് വളരെ ചീപ്പായിട്ട് എളുപ്പത്തിൽ കൊറോഡായി പോകുന്ന ഈ ഇലക്ട്രോഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇലക്ട്രോഡിനെയും നമ്മുടെ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഈ ഡിപ്പ് ചെയ്യാനായിട്ട് ഓരോ സൊല്യൂഷൻസ് ഉണ്ട് പറഞ്ഞു. അനോലൈറ്റും അല്ലെങ്കിൽ നമ്മുടെ ആനോഡ് കമ്പാർട്ട്മെന്റിൽ ഇടുന്ന ഇലക്ട്രോലൈറ്റിനെ നമ്മൾ അനോലൈറ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ. അത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ആണ്. അതേപോലെ നമ്മുടെ സ്റ്റീൽ ഇൻഡസ്ട്രിയിലുള്ള വേസ്റ്റിനെ നമ്മുടെ ആനോഡായിട്ട് ഈ കമ്പാർട്ട്മെന്റിൽ ഇടുന്നു. ദെൻ ഇവർ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു കോപ്പർ വയർ. നമുക്ക് സിമ്പിളായിട്ട് ഈസി കണക്ഷൻ വേണ്ടി ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്റ്റിംഗ് വയേഴ്സ് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവര് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ഇല്ലയോ നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ ഈ കണക്റ്റിംഗ് വയേഴ്സിനെ നമുക്ക് ഒരു അമ്മീറ്ററുമായിട്ടോ അല്ലെങ്കിൽ ഒരു LED ബൾബോ എന്തെങ്കിലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഫർദർ നമ്മൾ ബാക്ടീരിയ ഉണ്ട്, ഓൾറെഡി വേസ്റ്റ് വാട്ടർ ഉണ്ട്. സിമ്പിൾ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഓർഗാനിക് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വാട്ടറിനെ എല്ലാം കൂടി അങ്ങ് വിഘടിപ്പിക്കും, അതായത് ഡീഗ്രേഡ് ചെയ്യിപ്പിക്കും. കാരണം അവർക്ക് വളരണ്ടേ, നമ്മളൊരു ഏതെങ്കിലും ഒരു റീജിയണിൽ അവർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വളരണ്ടേ, അല്ലെങ്കിൽ അവർ ചത്തുപോകത്തില്ലേ. അപ്പോൾ ആ വേസ്റ്റ് വാട്ടറിനെ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് ഡീഗ്രേഡ് ചെയ്യിക്കും. ഡീഗ്രഡേഷൻ വഴി രണ്ടാൾക്കാരെ പുറത്തുവിടും, ഒന്ന് ഇലക്ട്രോൺസും ഒന്ന് H+ അയോണുകളും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കണ്ടക്റ്റിംഗ് വയേഴ്സിൽ കൂടി എന്ത് ചെയ്യുന്നു, നമ്മുടെ കാഥോഡിലോട്ട് വരും. അതേപോലെ ഞാൻ പറഞ്ഞു H+ അയോൺസിനെ പുറത്ത് പിടിക്കും. ഈ H+ അയോൺസ് ഇടയ്ക്കൊരു മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മെംബ്രെയിനിൽ കൂടി നമ്മുടെ കാഥോഡിലോട്ട് വരും. അപ്പോൾ ഇനി റോളെല്ലാം കാഥോഡിലാണ്. കാഥോഡിൽ എന്ത് സംഭവിക്കണം, ആനോഡിൽ നടക്കുന്ന ആ ഒരു ഡീഗ്രഡേഷൻ പ്രോസസ്സിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ വഴി ഇലക്ട്രോണുകളെ പുറത്തുവിടും. ഈ പുറത്തുവിടുന്ന ഇലക്ട്രോണുകൾ എന്ത് വരും, കാഥോഡിലോട്ട് വരുന്നു. അവിടെ എന്ത് നടക്കും, റിഡക്ഷൻ പ്രോസസ്സ് നടക്കും. അതായത് ഈ വരുന്ന ഇലക്ട്രോണുകളും ഈ വരുന്ന H+ അയോൺസിനെ തമ്മിൽ സ്വീകരിച്ചുകൊണ്ട് വാട്ടർ മോളിക്യൂൾസ്, അത് ജലം ഉണ്ടാകും. അതായത് വരുന്ന ബൈ പ്രോഡക്റ്റ് എന്താണ്, ജലമാണ്. ഇനി നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്, വൈദ്യുതിയെക്കുറിച്ചാണ്. അപ്പം ഇനി ഈ ഒരു പ്രോസസ്സ് വഴി നമ്മുടെ LED ബൾബ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത അമ്മീറ്റർ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതുവഴി നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനർജി നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആരാ, വെറും വെള്ളമാണ് അല്ലേ. അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇല്ല. വെള്ളം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എന്താണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ വേസ്റ്റ്, അതായത് ഈ മൈക്രോബിയൽ ഫ്യൂൽസ് ടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, അതും ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫർദർ കൊമേഴ്ഷ്യലൈസേഷനും അല്ലെങ്കിൽ ഫർദർ നമ്മുടെ ലാബ് സ്കെയിൽ അല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ ഒരു ഇൻഡസ്ട്രിയൽ പോലെ ഉള്ള ഒരു സെറ്റപ്പാണ് നമ്മളിപ്പോൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത്. വളരെ നമ്മുടെ വരുന്ന ജനറേഷന് യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.